ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലഫ ബെയ്ത്തിലെ ഇനി ഹാ ആണ്. ഖല്ലി ഖില്ലി ഖുല്ലത്തൽ ഖിദ്ലാനി ഖൗഫൽ ഖാത്തിമ ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ. അല്ലാഹ്, ഹാ കൊണ്ട് 4 കളിയാണ്. ഇതിൽ പറഞ്ഞപ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ ചങ്ങാത്തം നല്ലവരോടെ ആയിരിക്കണം. സ്വാലിഹീങ്ങളോട്, മുത്തക്കീങ്ങളോട്, നല്ല മനുഷ്യന്മാരോടാവണം. അല്ലെങ്കിൽ നമ്മളെ ഈമാൻ എടുത്ത് അവർ പോവും, നമ്മളെ ഹാത്തിമത്ത് മോശമായി പോവും. അതുകൊണ്ട് നല്ലവരെ സുഹൃത്തു വെക്കണം. തമ്മാടികളെയോ അവിശ്വാസികളെയോ ബിദ്അത്തുകാരെയോ അവരൊക്കെ നമ്മൾ ഫ്രണ്ടാക്കി കൊണ്ടുവന്നാൽ, നടന്നാൽ നമ്മളെ ഈമാൻ ഊരി കൊണ്ടുപോകും. അപ്പം എന്ത് വേണം? ഹബീബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, ഹബീബിൻ്റെ തിരുചര്യയെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങളെ, നല്ല മനുഷ്യന്മാരെ നമ്മൾ സുഹൃത്തുക്കളാക്കണം. എന്നാൽ അവരിലൂടെ നമ്മൾ നന്നാവും. മാഷാ അല്ലാഹ്. അതായത് പറഞ്ഞത് ഖല്ലി തുറുഖ്, നീ ഒഴിവാക്കിക്കാള. ഖില്ലി ഖലീലി, എൻ്റെ സ്നേഹിത നീ ഒഴിവാക്കട. ഖുല്ലത്തൽ ഖിദ്ലാൻ, നിസ്സഹായതയുടെ, നിന്ദ്യതയുടെ, ഉദവിക്കേടിൻ്റെ, മോശപ്പെട്ട ചങ്ങാത്തത്തിനെ എൻ്റെ ഹബീബെ ഒഴിവാക്ക്. ഈ നിസ്കാരക്കള്ളന്മാരെ, ഗീബത്തും നമിയും പറഞ്ഞ് നടക്കുന്ന ആളുകളെ അവരോട് ചങ്ങാത്തം വേണ്ട. അല്ലെങ്കിൽ അവരോട് ചങ്ങാത്തം ഉണ്ടാക്കി അവർ നമുക്ക് നന്നാക്കാൻ കഴിയണം. എന്നാലൊക്കെ എന്തിനാപ്പം അങ്ങനെ പറഞ്ഞറിയോ? ഖൗഫൽ ഖാത്തിമ, ഞമ്മക്ക് ഒരു അവസാന നിമിഷമുണ്ട്, അതാണ് പരിഗണിക്കുക. ഈ സമയമൊന്നുമല്ലല്ലോ, അവസാനം ആണ് പരിഗണന. ആ സമയം ഈമാനില്ലാതെ പണി തെറ്റും ചിലപ്പോൾ. അതുകൊണ്ട് ആ ഖാത്തിമ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ടാണ് ഈ മോശപ്പെട്ട ചങ്ങാത്തം ഒഴിവാക്കാൻ പറഞ്ഞത്. എന്നിട്ട് ആരുമായി ചങ്ങാത്തം വേണം? ഖാലിൽ, നീ ഖലീലാക്ക്, സ്നേഹിതനാക്ക്. ഖലീലൻ, ഒരു ഖലീലിനെ. എങ്ങനത്തെ ഖലീലാണ്? ഖാമിലൽ വസ്ഫി, വസ്ഫ്, ശ്രുതി, സ്ഥാനമാനങ്ങൾ മങ്ങിപ്പോയ, സ്ഥാനമാനങ്ങളില്ലാത്ത, അഹങ്കാരങ്ങളൊന്നുമില്ലാത്ത ആ സുഹൃത്തിനെ നീ ഖലീലാക്കണം. സ്ഥാനമോഹിയല്ലാത്ത, ദുന്യാവിൻ്റെ മോഹിയല്ലാത്ത നല്ല മനുഷ്യന്മാരെ ഖലീലാക്കിയാലോ അവരോട് കൂടെ നമ്മൾ നന്നാവൂലേ? എങ്ങനത്തെ? വഹുവ ഖാലിൻ മിനൽ ഖൽഖാൽ. ഖൽഖാൽ പറഞ്ഞാൽ പണ്ട് കുട്ടികളുടെ കാൽമ തള, അതിട്ടിങ്ങനെ നടന്നാൽ ഭയങ്കര ഒച്ച ഉണ്ടാവും. അതേപോലെ പ്രസിദ്ധി ആഗ്രഹിക്കുന്ന, പ്രസിദ്ധിയെ തൊട്ട് ഒഴിവായ, അള്ളാഹ്ക്കു വേണ്ടി ജീവിക്കുന്ന സുഹൃത്തുക്കളെ സുഹൃത്താക്കിക്കോ. എന്നാൽ അവരിലൂടെ നമുക്ക് ജയിക്കാം. ഹബീബിനെ സ്നേഹിക്കുന്ന, ഹബീബിനെ പറ്റി പഠിച്ച അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകളെ സ്നേഹിതന്മാരാക്കണം, സ്വദീഖാക്കി മാറ്റണം. അല്ലാത്തവരോട് വേണ്ട. അല്ലെങ്കിൽ
അതല്ലാത്ത ആളുകൾ നമ്മൾ ശരിയാക്കാൻ കഴിയണം. അത് കഴിച്ചില്ലെങ്കിലോ വേണ്ട. സ്വദാഖത്ത്, ഫ്രണ്ട്ഷിപ്പ് വേണ്ട. നമുക്ക് മരിച്ചണ്ടേ? മാഷാ അല്ലാ, നല്ലവരോട് കൂടെ ജീവിച്ചാൽ അവരോടും നമ്മൾ നന്നാവും. അപ്പോൾ സുഹൃത്തുക്കൾ നന്നാവണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവൻ്റെ സ്നേഹിതൻ്റെ ദീനനുസരിച്ചായിരിക്കും. അതുകൊണ്ട് ഫല്യൻളുർ അഹദുക്കും മയ്യുഖാലിലു, ആരെയാണ് ഖലീലാക്കുന്നത്, സ്നേഹിതനാക്കുന്നെന്ന് ഓരോരുത്തരും ചിന്തിച്ചോട്ടെ. ആരെയും പിടിച്ചെന്താവണ്ട, സുദീഖാക്കണ്ട. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ കരീനിഹി ഫകുല്ലു കരീനിൽ ലിൽ മുഖാരീനി യഖ്തദി. എനിക്ക് ഒരാളെ പറ്റി തിരിയണോ, എന്നാൽ ഓനോട് ചോദിക്കണ്ട. അനിൽ മർഇ ലാ തസ്അൽ, എന്ത് ചോദിച്ചാൽ മതി? അവൻ്റെ സുഹൃത്തിനെ പറ്റി ചോദിച്ചാൽ മതി. ഓനെപ്പറ്റി ചോദിക്കണ്ട, ഓൻ്റെ സുഹൃത്തിനെ പറ്റി ചോദിച്ചാൽ മതി. സെയ്ദിനെ പറ്റി അറിയണമെങ്കിൽ സെയ്ദിനെ പറ്റി ചോദിക്കണ്ട, സെയ്ദിൻ്റെ സുഹൃത്തായ അംബറിനെ പറ്റി അന്വേഷിച്ചാൽ മതി. അംബറിൻ്റെ സ്വഭാവം സെയ്ദിനുണ്ടാവും, അല്ലേ? ഇപ്പം നമ്മൾ കല്യാണമൊക്കെ നമ്മൾ മക്കളെ കെട്ടിക്കുമ്പോൾ ഒരാളെ കിട്ടിയാൽ, ഒരു പുതിയാപ്പിളിനെ കിട്ടിയാൽ നമ്മളെങ്ങനെ അന്വേഷിക്കൽ? ഓൻ്റെ സുഹൃത്തുക്കളെ പിടിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം. ഫകുല്ലു കരീനിൽ മുഖാരീനി യഖ്തദി, ഏത് കരീനും തൻ്റെ മുഖാരിനോട് പിന്തുടരും. അപ്പോൾ നല്ലോണം പിടിക്കണം. ഇദാ കുന്ത ഫീ ഖൗമിൻ ഫസാഹിബ് ഖിയാറഹും വലാ തസ്ഹബിൽ അർദാ ഫതർദാ മഅർറദീ. ഇദാ കുന്ത ഫീ ഖൗമിൻ, മോനെ, നീ ഒരു ജനതയിലായാൽ, ഒരു കൂട്ടത്തിലായാൽ, ഒരു ഖൗമിലായാൽ, എല്ലാവരോടും സുഹൃത്താവണ്ട. ഫസാഹിബ് ഖിയാറഹും, അവരിലെ ഏറ്റവും ഖൈറുള്ള ആളുകളോട് നീ മുസാഹബത്ത് നടത്തിക്കോ, സുഹൃത്താക്കിക്കോ. വലാ തസ്ഹബിൽ അർദ, ഏറ്റവും താന്ന സ്കാരക്കള്ളന്മാർ, ശരീഅത്തിനെ ശ്രദ്ധിക്കാത്ത അവരെ നീ സുഹൃത്താക്കണ്ടടാ. അങ്ങനെ ആക്കിയാൽ ആ താന്ന ചങ്ങായിയോട് കൂടെ നീ എന്താവും? പറ്റ താന്നു പോവും. അഖില്ലായ ഖല്ലു കുല്ല ഖല്ലിം വഖുൽ, അഖില്ലായ ഖല്ലു കുല്ല ഖല്ലിം വഖുല്ലതൻ സിവാ ഖുല്ലത്തിൽ മഹബൂബി ഫീ കുല്ലി ഖല്ലത്തി. അഖില്ലായ, എൻ്റെ കൂട്ടുകാരെ, ഖല്ലു, നിങ്ങൾ ഒഴിവാക്കുക, കുല്ല ഖില്ലിൻ വഖുല്ലത്തിൻ, എല്ലാ ചങ്ങാത്തവും ചങ്ങാതിമാരെയും നിങ്ങൾ ഒഴിവാക്കണം. ചങ്ങാത്തവും ഒഴിവാക്കുക, എല്ലാ ചങ്ങാത്തവും എല്ലാ ഫ്രണ്ട്സിനെയും ഒഴിവാക്കുക. ആരൊഴികെ? സിവാ ഖുല്ലത്തിൽ മഹബൂബി ഫീ കുല്ലി ഖല്ലത്തിൻ, എല്ലാ കാര്യത്തിലും മഹബൂബാക്കാൻ പറ്റിയ ഒരു ചങ്ങാത്തം ഒഴികെ. എല്ലാത്തിലും മഹബൂബാക്കാൻ പറ്റുന്ന ആളുകളുണ്ടാവും. ശറഇൻ്റെ ഹദ്ദുകൾ, പരിധികൾ ചാടിക്കടക്കാത്ത, ശറഉമായി ബന്ധപ്പെട്ട്, ദീനുമായി ബന്ധപ്പെട്ട് മുത്തഖീങ്ങളായ സുഹൃത്തുക്കൾ. അതിൽ ഏറ്റവും വലിയ മഹബൂബാര ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഹല്ലത്തിലും നമുക്ക് റസൂലുള്ളാഹി തങ്ങളെ മഹബൂബാക്കി മാറ്റാം.
സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ അർത്ഥം റസൂലുള്ളാഹി തങ്ങൾ ചെയ്ത എല്ലാം കൂടി നമ്മൾ ചെയ്യല്ല. റസൂൽ എത്ര കല്യാണം കഴിച്ചത്? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ അയിമത്ത് നമ്മൾ പഠിപ്പിച്ചതുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ലപോലെ പിടിക്കുക. ഈ നല്ല സുഹൃത്തുക്കളെ പിടിച്ചാലാണ് നമുക്ക് അവരിലൂടെ ഹബീബിനെ പരിചയപ്പെടാം, മുത്ത് ഹബീബിനെ പറ്റി പഠിക്കാം. നേരെ മറിച്ച് വഹാബികളാക്കി എന്നാൽ റസൂലുള്ളാഹി തങ്ങളോടുള്ളൊരു മഹബത്ത് എന്തായി മാറും? അത് പറ്റ നശിക്കും. അവർക്ക് വഹാബികളെ എഴുത്തുകളും പ്രസംഗങ്ങളും കേട്ട് കഴിഞ്ഞാൽ അവർ ഇക്കൊരു അസൂയ പോലെ ഹബീബിനോട്, റസൂലുള്ളാഹി തങ്ങളോട് ഒരു ഹസദുള്ളത് പോലെ. അല്ലാഹു തആല കാക്കട്ടെ. അല്ലാഹു തആല ഈ വിശുദ്ധമായ റമളാൻ മാസത്തിൽ, റമളാനല്ല വിശുദ്ധ റബീഉൽ അവ്വലിൽ എന്നും ഹബീബിൻ്റെ അപദാനങ്ങൾ പാടിപ്പറയണം. പ്രത്യേകിച്ച് ഹബീബിൻ്റെ ജന്മദിനം വരുമ്പോൾ ഹബീബിനെ പറ്റി വായിക്കുവാനും പഠിക്കുവാനും പ്രചരിപ്പിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം. നല്ലവരോട് നമ്മൾ കൂട്ടുകൂടണം, അവരെ ചങ്ങാതിമാരാക്കണം. എന്നാൽ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും, ഹബീബിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും, നമ്മൾ വായിച്ചിട്ടില്ലെങ്കിലും നല്ല സുഹൃത്തുക്കളുണ്ടാകുമ്പോൾ അവരിലൂടെ നമുക്ക് ഹബീബിനെ കാണാം, ഹബീബിനെ പഠിക്കാം, ഹബീബിൻ്റെ അവദാനങ്ങൾ ചൊല്ലിപ്പറയാം. അങ്ങനെ മുത്ത് ഹബീബിനെ സ്നേഹിച്ച് യക്കളത്തിലും കാണുന്ന അവസ്ഥകളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. സ്വപ്നത്തിൽ മാത്രമല്ല, ഉണർച്ചയിലും കാണുന്ന അവസ്ഥയെക്കൊണ്ട് അതിലേക്ക് നമ്മൾ സ്വലാത്തൊക്കെ ചൊല്ലി അതിലേക്ക് എത്തണം. അള്ളാഹു മനാമിലും യക്കളത്തിലും ആ പുണ്യഭൂമുഖം നമുക്ക് കാണിച്ചു തരട്ടെ. അവിടുത്തെ ശഫാഅത്ത് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പാവപ്പെട്ട ദോഷികളായ തമ്മാടികളായ തൻ്റെ പാവപ്പെട്ട ഉമ്മത്തിനെ എത്ര സ്നേഹിച്ചു, നമ്മളെ ഓർത്ത് എത്ര കരഞ്ഞു. നമ്മൾ ആകെ അവലംബം, ആകെ പ്രതീക്ഷ ഹബീബിലാണ്. അള്ളാഹു നമ്മളെ പ്രതീക്ഷ പുലർത്തി തരട്ടെ.